മന്ത്രി വീണ ജോർജിന്റെ കഴുത്തുളുക്ക് നാടകങ്ങൾക്കൊടുവിൽ സിപിഎമ്മിന് ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വീണ ജോർജിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്ന ആവശ്യവുമായി ഭർത്താവ് ജോർജ് ജോസഫ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ നാടകമൊക്കെ നിർത്തിപ്പൊക്കൂടെ എന്ന് മന്ത്രിയോട് പലർക്കും പറയാൻ തോന്നിയപ്പോഴാണ് ഈ നീക്കമെന്നുള്ളതും ശ്രദ്ധേയമാണ്. അദ്ദേഹം സിപിഎമ്മിനെ ഈ വിഷയം അറിയിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്തു. യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക് ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായതിനാൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. കുടുംബപരമായ കാര്യങ്ങളുണ്ടെന്നാണ് ജോർജ് സിപിഎം നേതാക്കളെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഏരിയ തലത്തിലുള്ളവർ ജില്ലാ തലത്തിലേക്കും ജില്ലാ തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്കും വിവരം കൈമാറിക്കഴിഞ്ഞു. വീണ ജോർജിനോടും ഭർത്താവിനോടും ചോദിച്ച് നിജസ്ഥിതി അറിയാനുള്ള നീക്കം സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം. ആറന്മുളയിലെ സിറ്റിംഗ് MLA ആയ വീണ ജോർജിനെ അവിടെ വീണ്ടും മത്സരിപ്പിക്കാൻ സിപിഎം ശ്രമിക്കുന്നതിനിടെയാണ് വീണയെ മാറ്റണമെന്ന ആവശ്യം ചർച്ചയാകുന്നത്. ജില്ലാ കമ്മിറ്റി വീണയുടെ പേര് മാത്രമേ ശുപാർശ ചെയ്തിട്ടുള്ളൂ. 2016 പുതുമുഖ സ്ഥാനാർത്ഥിയായിട്ടാണ് മാധ്യമപ്രവർത്തകയായ വീണ സിപിഎം ചിഹ്നത്തിൽ ആറന്മുളയിൽ മത്സരിച്ചത്. 2021 ജയം ആവർത്തിച്ചു. എന്നാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച വീണയ്ക്ക് ജയിക്കാനായില്ല. ആരോഗ്യമന്ത്രിയുടെ ഭർത്താവിൽ നിന്ന് ഇത്തരമൊരു ആവശ്യമുണ്ടായത് സിപിഎമ്മിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ വീണ പത്തനംതിട്ട കൊടുമണ്ണിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ പരാജയമായതുകൊണ്ടാണ് KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധത്തിനിരയായത്. കേരളത്തിൽ ഈയിടെ ചർച്ചയായ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണമാണ് വീണയ്ക്ക് ഒടുവിൽ വിനയായത്. 5 വർഷം മുൻപ് ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവമായിരുന്നു അത്. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ ലാഘവത്തോടെയാണ് കണ്ടത്. ഇക്കാലം അത്രയും പുനപ്ര സ്വദേശി ഉഷ ജോസഫ് വേദന സഹിച്ച് ജീവിച്ചു. സാധാരണ ജനങ്ങൾ ആരോഗ്യകാര്യങ്ങൾക്കായി മെഡിക്കൽ കോളേജുകളെ അഭയം തേടുമ്പോൾ നേരിടേണ്ടി വരുന്നത് തീരാ ദുരിതമാണ്. ആരോഗ്യവകുപ്പിന്റെ മറ്റൊരു ഇരയാണ് ഹർഷിന. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവമാണത്. 5 വർഷം കഠിനവേദന അനുഭവിച്ച ഹർഷിന ആരോഗ്യവകുപ്പിനെതിരെ സമരം പ്രഖ്യാപിച്ചിരുന്നു. മറ്റൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലാണ്. അദ്ദേഹത്തെയും സർക്കാർ വെറുതെ വിട്ടില്ല. പരസ്യ പ്രതികരണം നടത്തി ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയത്. മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നത് പരസ്യമായി ചോദ്യം ചെയ്തതിനാണ് ഡോക്ടർ ഹാരിസ് ക്രൂശിക്കപ്പെട്ടത്. ചികിത്സാ പിഴവുകളും തട്ടിപ്പുകളും സാധാരണക്കാർക്ക് വേണ്ടി തുറന്നു പറഞ്ഞാൽ നടപടിക്ക് ഒരുങ്ങുകയാണ് കേരളം ഭരിക്കുന്ന സർക്കാർ ചെയ്യുന്നത്. വീണയുടെ പ്രതിച്ഛായയെ തകർക്കുന്ന നിരവധി കേസുകൾ ഉണ്ടായിട്ടും സിപിഎം വീണയെ ആറന്മുളയിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിപ്പിക്കരുതെന്ന ആവശ്യം ഉയരുന്നത്. മത്സരിച്ചാലും വോട്ടെണ്ണുമ്പോൾ വീണ ജോർജിന് പരാജയം നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം കണക്കുകൂട്ടുന്നത്. തൽക്കാലം തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നാൽ ആ തിരിച്ചടി കൂടി ഒഴിവാക്കാമെന്നേ ഇപ്പോൾ പറയാൻ കഴിയൂ.